വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഈ മഴയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്. പെട്ടെന്ന് തന്നെ പറയാം. ഹരേ കൃഷ്ണ, രാധേ രാധേ, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകാന്ത് മോനെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊരെണ്ണം ഞാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മോൻ ഷെയർ ചെയ്താലും. ഏത് ദിക്കിലിരുന്ന് വിളിച്ചാലും നമ്മുടെ കൂടെ കണ്ണനുണ്ട് എന്ന ഒരു അനുഭവം ഈ മാർച്ച് 2-ാം തീയതി എൻ്റെ പെൻഷൻ ഗ്രൂപ്പുകാരുമായുള്ള രാമേശ്വരം തീർത്ഥാടനത്തിൽ ഞാൻ അനുഭവിച്ചു. മക്കളുടെ കൂടെയാണ് സാധാരണ എല്ലായിടത്തും പോകുന്നത്. എന്തായാലും കൂട്ടുകാരോടൊപ്പമല്ലേ പോകാൻ പറഞ്ഞു മകൻ. പുറപ്പെടും മുൻപ് മോൻ പറഞ്ഞു, ഞാൻ അവിടെ അന്വേഷിച്ചു, ഭയങ്കര തിരക്കാണ്, കടലിൽ ഇറങ്ങുമ്പോഴും തീർത്ഥക്കിണറിൽ കുളിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ 2-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് തിരിച്ചു. പുറപ്പെടും മുൻപ് ഞാൻ പൂജാമുറിയിലെ കണ്ണനോട് പറഞ്ഞു, എനിക്കൊപ്പം കൂട്ടായി ഉണ്ടാകണേ എന്നും. ചെറിയ ബാഗിൽ കണ്ണൻ്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ രാത്രി 10 മണിക്ക് ഞങ്ങൾ രാമേശ്വരം എത്തി. അമ്പലത്തിനടുത്തായിരുന്നു താമസം. ഫാമിലി ഇല്ലാത്ത ഞങ്ങൾ 4 പേര് ഒരേ റൂമിലുള്ളവർ ചേർന്ന് ദർശനം കഴിഞ്ഞ് 8 മണിക്ക് റൂമിലെത്തണമെന്ന് സംഘാടകർ പറഞ്ഞു. വെളുപ്പിന് 5 മണിക്ക് റെഡിയായി താഴെ വന്നപ്പോൾ ഭയങ്കര മഴ തോർന്ന് ഞങ്ങൾ ഇറങ്ങി. കടലിൽ പോയി. ശാന്തമായ തിര. തലയിലൂടെ വെള്ളമൊഴിച്ചിട്ട് കുറേ ദൂരം നടന്നു. തീർത്ഥക്കിണറിന്റെ കവാടത്തിലെത്തി. 25 രൂപ ടിക്കറ്റ്. ഒരാൾ വന്ന് ഒരാൾക്ക് 250 രൂപ കൊടുത്താൽ തിരക്കില്ലാതെ കുളിക്കാം. 2 പേര് സമ്മതിച്ചു. ഒരാൾ കുളിക്കാതെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ മോൻ പറഞ്ഞത് ഓർത്തു. ഞാൻ എൻ്റെ ബാഗ് നനയാതിരിക്കാൻ കുളിക്കാത്ത ആളിൻ്റെ കയ്യിൽ കൊടുത്തു. വേഗം തിരക്കില്ലാതെ 20 കിണറിൽ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അടുത്ത കിണറിലേക്ക് പോയപ്പോൾ 2 പേര് ഒരുമിച്ചും ഒരാൾ വേറെയും. ഭയങ്കര തിരക്ക്. കുളിക്കുന്ന ഞങ്ങൾ തിരയിൽപ്പെട്ടു. സമയമെടുത്ത് വെളിയിലെത്തി. നനഞ്ഞ വസ്ത്രമിട്ട് ദർശനം പാടില്ല. ഇനിയാണ് അനുഭവം. ഡ്രസ്സ് മാറാൻ നോക്കിയപ്പോൾ എൻ്റെ ബാഗ് കാണാനില്ല. തിരക്കിൽ എവിടെ തിരയാൻ? ബാഗിൽ മൊബൈൽ, ATM കാർഡ്, ആധാർ, പൈസ എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ കണ്ണനെ മനസ്സൊരുക്കി വിളിച്ചു. കണ്ണാ, എൻ്റെ റെക്കോർഡുകളെല്ലാം ബാഗിലാണ്, കാട്ടിത്തരണേ എൻ്റെ കണ്ണാ. അങ്ങനെ അവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു. അവർ പോലീസിൽ പറയാൻ പറഞ്ഞു. ഒരു കൊച്ചു പയ്യൻ. പോലീസ്. ഞാൻ വിവരങ്ങൾ പറഞ്ഞു. ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ എല്ലാം പറഞ്ഞു. മൊബൈൽ നമ്പർ കൊടുത്തു. ഫോണിൽ വിളിച്ചു എടുത്തു. അവർ സംസാരിച്ചു. എന്താണ് പറഞ്ഞതെന്നറിയില്ല. ബാഗ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കൂടെ വരാൻ പറഞ്ഞു. അമ്മ മാത്രം വന്നാൽ മതിയെന്ന്. ഭാഷയും സ്ഥലവും പരിചയവുമില്ല. എന്നാൽ ബാഗ് കിട്ടിയാൽ മതിയല്ലോ എന്ന് കരുതി കൂടെ പോയി. ആരുമില്ലാത്ത ഒരു ഇടനാഴിയിലൂടെ കുറേ ദൂരം നടന്നു. എന്നോട് ഇവിടെ നിന്നാലും ഞാൻ പോയി വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരുമില്ലാത്ത സ്ഥലം. ഞാൻ കണ്ണടച്ച് എൻ്റെ കണ്ണനെ മാത്രം ധ്യാനിച്ചു നിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. ഒരു ചെറിയ പേടിയും. നിൽക്കുന്നത് രാമേശ്വരം. ഞാൻ കണ്ണനെ മാത്രം വിളിച്ചുകൊണ്ടിരുന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ബാഗുമായി ആ പയ്യൻ മുന്നിൽ നിൽക്കുന്നു. എന്തു പറയാൻ? തിരക്കിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കണ്ണനല്ലാതെ ആര്? ഒരു കാര്യം മനസ്സിലായി. അവനവൻ്റെ സാധനങ്ങൾ അവനവൻ തന്നെ സൂക്ഷിക്കണം. ബാഗ് നനയാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു. കുറേ വിഷമിച്ചു. ആ പയ്യന് പൈസ കൊടുക്കാനെടുത്തു. വാങ്ങിയില്ല. മൊബൈലിൽ ബാഗുമായി നിൽക്കുന്ന എൻ്റെ ഫോട്ടോ എടുത്തു. താങ്ക്സ് പറഞ്ഞു പിരിഞ്ഞു. ഇനി കൂടുതൽ വിവരിക്കുന്നില്ല. സുരക്ഷിതമായി തിരിച്ചെത്തി. ഹരേ കൃഷ്ണ.